അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുമ്പൊരു പ്രാവശ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത്. അതായത് നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നും പ്രതിഫലം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നു. അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ അടുത്തു നിന്നും നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. അവൻ്റെ അടുത്തു നിന്നും നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനിക്ക് കൂലി കിട്ടിയില്ലെങ്കിലോ നമ്മുടെ പ്രവർത്തനം വെറുതെ ആയി പോകും, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പല തരത്തിലാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രതിഫലം നൽകും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പ്രതിഫലം നൽകും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഫലം നൽകും, ചില കാര്യങ്ങൾക്ക് അതിൻ്റെ താഴെയായിരിക്കും പ്രതിഫലം നൽകുക. ഇങ്ങനെ പല തരത്തിൽ അല്ലാഹു തആല പ്രതിഫലം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കുമ്പോൾ, അതായത് നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നു. അതിൻ്റെ താഴെ നമ്മൾ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കുറവായിട്ടുള്ള പ്രതിഫലം നൽകുന്നു. അതുപോലെ അല്ലാഹു തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രതിഫലം നൽകുന്നത്. കള്ള് കുടിക്കാതിരിക്കുമ്പോഴാണ് പ്രതിഫലം നൽകുന്നത്. വ്യഭിചരിക്കാതിരിക്കുമ്പോഴാണ് പ്രതിഫലം നൽകുന്നത്. കളവ് പറയാതിരിക്കുമ്പോഴാണ്. ഇങ്ങനെ അല്ലാഹു തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രതിഫലം കിട്ടുന്നത്. ഇങ്ങനെ പല തരത്തിലാണ് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പോ അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തേ മതിയാവുള്ളൂ. ഇനി സുന്നത്തായ കാര്യങ്ങൾ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിലും, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എങ്കിലും, ചില കാര്യങ്ങൾ സുന്നത്തായ കാര്യം ചെയ്തില്ല എങ്കിൽ നമുക്കത് പ്രശ്നമാണ്. അതെന്താ? ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വുളൂ ചെയ്യുമ്പോഴൊക്കെ സുന്നത്തുകളായ കാര്യങ്ങൾ നമ്മൾ എടുത്തില്ല എങ്കിൽ ആ ഒരു ഇബാദത്തിനിക്ക് അതിൻ്റെ ഒരു പരിപൂർണത ലഭിക്കില്ല. ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു വീടുണ്ടാക്കുകയാണ്. ആ വീടുണ്ടാക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു 4 കാല് കല്ലുകൊണ്ട് കെട്ടിയിട്ട് അല്ലെങ്കിൽ ചുമരുകളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് മേലെ ഒരു സ്ലാബോ അല്ലെങ്കിൽ ഓടോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊരു വീടായി. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അതിൻ്റെ കല്ലുകളൊക്കെ വളരെ ഭംഗിയായി വെച്ചിട്ട് അതിന് തേപ്പുകളൊക്കെ ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിക്കുമ്പോഴാണ് നമുക്ക് ആ വീടിൻ്റെ ഒരു ഭംഗി ലഭിക്കുന്നത്. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നതും. എന്നാൽ അതുപോലെ എന്നത് ഇബാദത്തിനിക്ക് ഞാൻ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതല്ല, ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഈ ഇബാദത്ത് നമുക്ക് ഫർളുകൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാം, പക്ഷേ അത് അത്രത്തോളം ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് കോട്ടം തട്ടും സുന്നത്തായ കാര്യങ്ങൾ എടുത്തില്ല എങ്കിൽ. നമുക്ക് വെറും ഫർള് മാത്രം എടുത്തിട്ട്, ഉദാഹരണം നമ്മൾ വുളൂ ചെയ്യാണ്, നമ്മൾ നിയത്ത് വെച്ചു, മുഖം കഴുകി, കൈ കഴുകി, തല തടവി, കാലും കഴുകി പോയാൽ വുളൂ ആയി. പക്ഷേ അതിൻ്റെ പരിപൂർണത ലഭിക്കണമെങ്കിൽ നമ്മൾ തുടക്കം മുതലേ ചെയ്തിട്ട് സുന്നത്തുകളായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വുളൂ ചെയ്യണം. ഇവിടത്തേക്കാണ് ഞാൻ വന്നത്. അതായത് നമ്മൾ വുളൂ എനിക്ക് നിയ്യത്ത് വെക്കൽ എവിടെയാണ്? മുഖം കഴുകുമ്പോഴാണ്, അല്ലേ? എന്നാൽ നമ്മൾ വുളൂ തുടങ്ങുന്നത് എപ്പോഴാണ്? മുൻകൈ രണ്ടും കഴുകിക്കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പലോടെ, ഇങ്ങനെ ഇതൊക്കെ വുളൂയിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ നിയ്യത്ത് വെക്കുന്നത് മുഖം കഴുകുമ്പോഴാണ്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് പ്രതിഫലം വേണ്ടേ? അല്ലെങ്കിൽ വുളൂയിൽ ബാക്കിയുള്ള സുന്നത്തുകൾക്ക് നമുക്ക് പ്രതിഫലം വേണ്ടേ? അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നിയ്യത്ത് വെക്കണം. അതായത് മുൻകൈ കഴുകാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുൻകൈ കഴുകുന്നത്. അല്ലെങ്കിൽ വുളൂഇൻ്റെ സുന്നത്തിൻ്റെ കൂലി കിട്ടൂല. അപ്പൊ നമ്മൾ സുന്നത്ത് എപ്പോഴും എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് പ്രതിഫലം കിട്ടൂല. അപ്പൊ ആ കൈ കഴുകലൊക്കെ എന്തായി? വെറുതെ നമ്മുടെ കയ്യിലൊക്കെ വല്ല നജസോ അല്ലെങ്കിൽ വല്ല ചെളിയോ എന്തെങ്കിലും പരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കുന്ന ആ ഒരു രൂപത്തിൽ മാത്രമേ അത് പെടുള്ളൂ, നമ്മൾ നിയ്യത്ത് വെച്ചില്ല എങ്കിൽ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുൻകൈ കഴുകുമ്പോൾ വുളൂഇൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചാൽ മാത്രമേ വുളൂഇൻ്റെ സുന്നത്തിനിക്ക്
പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് വെറുതെയായി പോകും. ആ വുളൂഇല് നമ്മൾ സുന്നത്ത് ചെയ്തില്ല എന്നുള്ള ഒരു ഗണത്തിലായിരിക്കും വരിക. എന്നാൽ വെറും ഫർള് മാത്രം എടുത്തുകൊണ്ട് വുളൂ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ചിലപ്പോ ഏതെങ്കിലും ഒരു അവസരത്തിലൊക്കെ നമുക്ക് വന്നേക്കാം, അത്രേ ഉള്ളൂ. അതായത് ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയിലാണെന്ന് വെച്ചോ, ഒരു കുപ്പി വെള്ളം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, നമുക്ക് വുളൂ ചെയ്ത് നിസ്കരിക്കണം, വേറെ വെള്ളം നമുക്ക് കിട്ടാനില്ല. നിസ്കരിച്ചില്ല എങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയം കടന്നു പോകും. നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരെ വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മുടെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് നിസ്കാരം ഖളാ ആയി പോകും. അങ്ങനെ പേടിയുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഇതുപോലെ പല സന്ദർഭങ്ങളും വന്നേക്കാം. അപ്പോ ഈ വെള്ളം തികയാതെ വരുമ്പോ നമുക്ക് ഫർള് മാത്രം ചെയ്തുകൊണ്ട് നിയത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം മുഖം മുഴുവനായും കഴുകിയിട്ട്, ഒരു പ്രാവശ്യം കൈ കഴുകിയിട്ട്, ഒരു പ്രാവശ്യം തല തടകിയിട്ട്, ഒരു പ്രാവശ്യം കാല് കഴുകിയിട്ട് നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാം. അങ്ങനെയും ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മാത്രം. അല്ലാത്ത സമയത്ത് നമുക്ക് 3 പ്രാവശ്യം കഴുകലും അതുപോലെ തന്നെ അവയവങ്ങൾ കയറ്റി കഴുകലും ഇതൊക്കെ സുന്നത്താണ്. ആ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് അതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ആളുകളൊന്ന് പോയി കാണുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം നമ്മൾ കൂടുതൽ വാങ്ങുക. അള്ളാഹു താല ഒരുപാട് ഇബാദത്ത് ചെയ്യുവാൻ, ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനിക്ക് പൊരുത്തമുള്ള, അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.